ഹലോ ഗൈസ്, ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഒതുക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ കമൻ്റ് ഇടാൻ പറഞ്ഞിട്ട് ആരും അത്ര ഇട്ടില്ല. ഒരു കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വീഡിയോക്ക് റിപ്ലൈ തന്നത്. കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻ്റ് എന്താണെന്ന് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ആ കമൻ്റ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എങ്ങനെയാണ്, അത് തെറ്റാണ്. ടീച്ചേഴ്സ് കുറച്ച് ക്ലാസ്സിൽ എങ്ങനെ ആയാലും അവർ ചെയ്ത് അത് തെറ്റല്ല, പക്ഷെ നമ്മൾ ചെയ്ത് അത് തെറ്റാണ്. ഞാൻ ഒന്നും പറയണില്ല. എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് പറഞ്ഞാൽ അവരുടേതായിട്ടൊരു ഇതുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സാണ്, ഓക്കെ, നമ്മൾ സ്റ്റുഡൻസാണ്. അപ്പോൾ നമ്മളുടെ ഭാഗം പറഞ്ഞാൽ പഠിക്കാൻ വരുന്നത്, പഠിച്ചില്ലെങ്കിൽ അവർ ശിക്ഷിക്കുന്നു, അതിലൊന്നും നമ്മൾ ഇടപെടാൻ പറ്റില്ല. പക്ഷേ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതും തെറ്റ് ചെയ്ത് തല്ലുന്നതും എല്ലാം സ്നേഹം കൊണ്ടോ ഇല്ലെങ്കിൽ നന്നാവാൻ വേണ്ടി ആയിരിക്കണം. പക്ഷെ അതൊരിക്കലും അടിമത്വം ആയിരിക്കരുത് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്താണ് കാരണം വെച്ച്, അതായത് ഈ ടീച്ചേഴ്സ് പറയില്ലേ, ക്ലാസ് ടൈമിൽ അനാവശ്യമായി ചിരിക്കണ്ട അങ്ങനെയൊക്കെ പറയും ടീച്ചേഴ്സ്. ഓക്കെ, ടീച്ചേഴ്സുമാർ നമ്മുടെ ക്ലാസ് ടൈമിൽ ഗേൾസിൻ്റെ അടുത്ത് പറഞ്ഞ് ചിരിക്കും, കളിക്കും. ഇപ്പോൾ നമ്മളിങ്ങനെയാണ് ടീച്ചർമാരുടെ ബോയ്സിൻ്റെ അടുത്ത് കളിക്കുക, ചിരിക്കുക, എന്തെങ്കിലും ചെയ്തു എന്ന് വെക്കി, ആ ടീച്ചർമാർ പറയും നീ എന്തെങ്കിലും സംസാരിച്ച് എണീച്ച് നിൽക്കുക പറയും. എന്തുകൊണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ആ ടീച്ചേഴ്സ്മാർക്ക് ഗേൾസ് സംസാരിച്ചാൽ ഒരു കുഴപ്പമില്ല, ബോയ്സ് സംസാരിച്ചാൽ കുഴപ്പമാണ്. ടീച്ചേഴ്സ്മാരാണ് ഒരു കാര്യം ആലോചിക്കുക, ടീച്ചേഴ്സ്മാരാണ് ഇതൊക്കെ, മനസ്സിലായോ? ഈ ടീച്ചേഴ്സ്മാർ പറയുമ്പോൾ നമ്മൾ ചിരിക്കണം, ഈ ടീച്ചേഴ്സുമാർ പറയുമ്പോൾ നമ്മൾ അത് ചെയ്യണം. ടീച്ചേഴ്സ്മാർ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകണം, ഇവിടെ ഇരിക്കും പറയുമ്പോൾ ഇവിടെ ഇരിക്കണം, അവിടേക്ക് പോകാൻ പറയുമ്പോൾ അവിടേക്ക് പോകണം. അനാവശ്യമായിട്ട് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു കേട്ടിട്ട് ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ അയാൾ പറഞ്ഞ ഒരു വിശ്വാസത്തിൽ നമ്മളെ വന്ന് ശിക്ഷിക്കുമ്പോൾ, ഇപ്പോൾ അടിക്കുക ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ശിക്ഷിക്കുകയാണെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ? തെറ്റാണ്, അത് തെറ്റ് തന്നെയാണ്, മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ല എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്. അല്ലാണ്ട് ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടീച്ചേഴ്സ്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. നല്ല ടീച്ചേഴ്സ്മാരുണ്ട്. എന്താണ്, ക്ലാസ്സിൽ സ്റ്റുഡൻസ് പഠിച്ചില്ലെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ഇരുത്തി, കോച്ചിങ് ക്ലാസ്സിൽ എല്ലാം ഇരുത്തി ആ ടീച്ചേഴ്സ്മാരുടെ പരമാവധി ശ്രമിച്ച് അതിനെ പാസ്സാക്കി വിടുന്നവർ ഉണ്ട്, മനസ്സിലായോ? പിന്നെ ക്ലാസ് ടീച്ചേഴ്സ്മാർ ഇപ്പോൾ നമ്മുടെ ഓരോ ഫണ്ട് വരും, PT ഫണ്ട്, അങ്ങനെയുള്ള ഫണ്ടൊക്കെ വരും. ആ ഫണ്ടിന് ക്യാഷ് ഇല്ല പറയുമ്പോൾ ടീച്ചേഴ്സ്മാർ തന്നെയാണ് സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവരുണ്ട്. അതായത് ഈ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ചിലപ്പോൾ വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയിരിക്കും, എല്ലാം മനസ്സിലാക്കിയിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് നീ പൈസ കിട്ടുമ്പോൾ തന്നാൽ മതിടാ എന്ന് പറയുന്ന ടീച്ചേഴ്സ്മാരുണ്ട്. ഇപ്പോൾ ടൂറ് പോകാൻ പൈസയില്ല, ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ടീച്ചേഴ്സ്മാരും ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി ഇങ്ങനെ പറയുന്ന ടീച്ചേഴ്സ്മാർ എത്രയോ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, അതും ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില സ്വഭാവമുള്ള ടീച്ചേഴ്സ്മാരുണ്ട്. അവർ പറയുമ്പോൾ ചിരിക്കണം, അവർ പറയുമ്പോൾ നടക്കണം, അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് നടക്കാൻ പറ്റില്ല, അതിൻ്റെ സംസാരിക്കാൻ പറ്റില്ല, വീടിൻ്റെ സംസാരിക്കാൻ പറ്റില്ല, വീടിനെ തല്ലി അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ടീച്ചേഴ്സ്മാരും ഉണ്ട്, മനസ്സിലായോ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ധാരണ. എല്ലാ ടീച്ചേഴ്സ്മാർക്കും എല്ലാമല്ല, ഇങ്ങനെയുള്ള ടീച്ചേഴ്സ്മാർക്ക്, ഓക്കെ, ഇങ്ങനെയുള്ള ടീച്ചേഴ്സ്മാർക്ക് അതാണ് അതിൻ്റെ ധാരണ. പക്ഷേ ഈ സ്റ്റുഡൻസൊക്കെ ഇല്ലേ, പ്രതികരിക്കാണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ പ്രത്യേകിച്ച് പ്രതികരിക്കൊന്നും വേണ്ട, ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, നമ്മളെപ്പോഴും സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് ശരിയായിരിക്കും ഒരു പക്ഷേ, അല്ലേ? നമ്മൾ പഠിക്കാൻ പോകണം, പഠിക്കണോ, തെറ്റ് ചെയ്താൽ തല്ലണോ, വഴക്കുണ്ടാക്കി തല്ലണോ, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിന് മേലുള്ള ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മേലിലുള്ളത് പറഞ്ഞാൽ നമ്മളെ തല്ലുന്നതായിക്കോട്ടെ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തല്ലി നമ്മളെ ക്ലാസ്സിൽ ഇങ്ങനെ തെറ്റ് ചെയ്ത് തല്ലി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ടീച്ചറല്ല, എല്ലാ ടീച്ചർമാരും നമ്മുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓരോ പീരീഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക്, അങ്ങനെ മൊത്തം ഒരു 6-7 പീരീഡ് കഴിയും.
എല്ലാ പീരീഡ് കഴിയുമ്പോൾ എല്ലാ ടീച്ചേഴ്സും വന്നിട്ട് ക്ലാസ്സിൽ എത്രയോ പേര് തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ തെറ്റ് മാത്രം കണ്ടിട്ട് നമ്മളെ മാത്രം എണീപ്പിച്ച് നിർത്തി നമ്മളെ മാത്രം ശിക്ഷിക്കുകയാണെങ്കിൽ അതിനെന്താ പറയുക? നിങ്ങൾ തന്നെ പറ, അതിനെന്താ പറയുക? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതിനോട് ശിക്ഷയും തന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളോട് ശരി ഇനി ഇങ്ങനെ നടക്കണ്ടാവെന്ന് പറഞ്ഞ ആ ടീച്ചേഴ്സ് തന്നെ അത് വീണ്ടും നമ്മളെ കുത്തിപ്പൊക്കി നമ്മളെ ക്ലാസ്സിൽ ഒരുമാതിരി പാകിയുള്ള പോലെ കാട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയോ? നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ചോദിക്കുന്ന കാര്യം. ഇതിപ്പോൾ വലിയവരും കാണും, ഒരു 18 വയസ്സിന് താഴെയുള്ളവരും കാണും. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായിരിക്കാം, പക്ഷേ ഈ ഒരു ഏജുള്ളവർ, ഇല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവർ, എൻ്റെ സിറ്റുവേഷൻ അനുഭവിച്ചവർ, അവർക്കറിയാം അതിൻ്റെ വേദന എന്താണ്, അതിൻ്റെ വിഷമം എന്താണ്. മനസ്സിലായി? നമ്മളെ കൂടെ നിന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ല, അവർ കൂടെ നിന്നിട്ട് നമ്മൾ എല്ലാം അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരെന്നെ പോയി കൊണ്ട് നമ്മ പോലും അറിയാണ്ട് പറഞ്ഞു കൊടുക്കുക. അവർക്കില്ലേ ഒരു തമാശയായിരിക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവർ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അത് എന്തുണ്ടാവും എന്നുള്ള അവർ ചിന്തിക്കില്ല. അവസാനം അത് പോലീസ് കേസ് ആകുമ്പോഴൊക്കെ ആയിരിക്കും അവർക്ക് അതിൻ്റെ ഗൗരവസിറ്റി മനസ്സിലാകുക. ഇപ്പോഴത്തെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇപ്പം ആളാണെങ്കിൽ ലവറാണ്, ഇപ്പം ഗേൾ ഫ്രണ്ടാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ വിശ്വാസം ഉള്ളത് നമ്മുടെ വീട്ടുകാരനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. വീട്ടുകാരനെ മാത്രം വിശ്വസിക്കാൻ പറ്റും. ഇപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ്മാർ പറയും മാതാപിതാ ഗുരു, അത് കഴിഞ്ഞാൽ ദൈവം. മാതാവ് പിതാവ്, അത് കഴിഞ്ഞാൽ ഗുരുവാണ് പറയും. ഈ ഗുരു നന്നായാലല്ലേ ശിഷ്യൻ നന്നാവുള്ളൂ. ആദ്യം അപ്പം ആരാ നന്നാവേണ്ടത്? ഗുരുവാണ് നന്നാവേണ്ടത്. ഈ ഗുരു മാത്രം വഴിതെറ്റി. ഗുരു ഇപ്പോൾ പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടീച്ചർ എത്ര പഠിച്ചിട്ടായിരിക്കും ഒരു ടീച്ചറായി വന്നിരിക്കുക, എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്, എത്ര ഇൻ്റർവ്യൂ, എത്ര പഠിച്ചിട്ടായിരിക്കും അവർ വന്നിരിക്കുക. ആ ടീച്ചർ ക്ലാസ് എടുക്കാണ്ട് ക്ലാസ്സിൽ വന്ന് ഉറങ്ങിയിട്ടിരുന്ന അത്ര സ്റ്റുഡൻസിൻ്റെ ഭാവി എന്താവും? അതാണ് പറഞ്ഞത്. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ നന്നായാലും ഒരു ശിഷ്യൻ നന്നാവുള്ളൂ. ഈ ഗുരുനാഥനെ ശിഷ്യനെ ശിക്ഷിക്കണമെങ്കിൽ ആ ഗുരുനാഥൻ ആദ്യം നന്നായിരിക്കണം. അതാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ ഇത്രേ പറയുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ പറയണതിനനുസരിച്ച് നമ്മ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അപ്പം തന്നെ സോറി ചോദിക്കണം ആദ്യമേ. പിന്നെ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇതിന് ശേഷം ഞാൻ ഉറപ്പായി ഇതിനുള്ള മറുപടി അറിയും. ഇല്ലെങ്കിൽ ഇതിന് ശേഷം വീണ്ടും ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടുക. എനിക്കിപ്പോൾ സബ്സ്ക്രൈബും വ്യൂസും കിട്ടിയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എന്താണോ പറയുന്നത് എന്ന് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി.